ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ട് എന്ന് പറയുന്നത് വെറും ഒരു മണ്ണല്ല. അവരുടെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കഠിനാധ്വാനവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ആ സ്ഥലത്തെ ചെറിയൊരു അശ്രദ്ധ അവരുടെ കരിയർ തന്നെ ഇല്ലാതാക്കി കളഞ്ഞേക്കാം. ഇന്നത്തെ കാലത്ത് ഏറെ പ്രസക്തമായ ഇന്നത്തെ കായിക താരങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ് ഇഞ്ചുറികളെ കുറിച്ച് നമ്മോട് വിശദമായിട്ട് സംസാരിക്കാൻ മുല്ലശ്ശേരി വൈദ്യമന്ദിരം ഹോസ്പിറ്റലിലെ സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ഷിയാസ് ചേരുകയാണ്. ഡോക്ടറെ നമസ്കാരം. നമ്മളിപ്പോൾ പറഞ്ഞത് സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുന്നൊരു വിഭാഗം. ഇപ്പോൾ ഈ കാലത്ത് കുറേ ആളുകൾക്ക് പരിഭവങ്ങളുണ്ടായിരുന്നു, നമുക്ക് ഗ്രൗണ്ടുകളില്ല കളിക്കാൻ. പക്ഷെ അതൊക്കെ നമ്മുടെ ഭരണകൂടങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുകയും ടർഫ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന പരാതികളാണ് കൂടുതൽ പരിക്കുകൾ സംഭവിക്കുന്നത്, സ്പോർട്സ് ഇഞ്ചുറികൾ. അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഇപ്പോൾ നിലവിൽ വളരെ പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. എന്താണ് സ്പോർട്സ് ഇഞ്ചുറി? അത് മറ്റ് പരിക്കുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? സ്പോർട്സ് ഇഞ്ചുറി വളരെ എളുപ്പമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സിന്റെ ഇടയ്ക്ക് ഏത് ഗെയിം ആയിക്കോട്ടെ അതിന്റെ ഇടയ്ക്ക് വരുന്ന ഇഞ്ചുറികൾ, അത് ലിഗമെന്റ് ആവാം, സ്ട്രെയിൻ ആവാം, ഫ്രാക്ചർ ആവാം, കണ്ടൂഷൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അതിന്റെ ഇടയ്ക്ക് വരുന്ന ഇഞ്ചുറികൾ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. പക്ഷേ മറ്റു ഇഞ്ചുറികളിൽ നിന്ന് സ്പോർട്സ് ഇഞ്ചുറി എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോർട്സ് ഇഞ്ചുറിക്ക് കൊടുക്കേണ്ട കെയർ ആണ് അവിടെ വ്യത്യസ്തമാവുന്നത്. അതിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ആണ് അവിടെ വ്യത്യസ്തമാവുന്നത്. നമുക്ക് ഒരിക്കലും ഒരു സാധാരണക്കാരൻ വീഴുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന പ്രോട്ടോകോളും ഒരു അത്ലറ്റിന് കൊടുക്കുന്ന പ്രോട്ടോകോളും നമുക്ക് വ്യത്യസ്തമാണ്. അയാൾക്ക് എപ്പോഴും തിരിച്ച് അയാൾ എങ്ങനെയാണോ ഇഞ്ചുറിക്ക് മുമ്പ് പെർഫോം ചെയ്തിരുന്നത് അതേപോലെ പെർഫോം ചെയ്യുക എന്നുള്ളത് അവരെക്കാൾ ഉപരി നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പൊ ആ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ആ ഒരു കണ്ണോട് കൂടി നമ്മൾ ആ ഇഞ്ചുറിയെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് റീകവറി കിട്ടുള്ളൂ. അതേ സമയത്ത് സാധാരണക്കാരാണ്, ഒരു വീട്ടമ്മ ആയിക്കോട്ടെ, ഒരു അച്ഛനായിക്കോട്ടെ, അവരും ഈ പറഞ്ഞ പോലെ ഓടുമ്പോഴും ചാടുമ്പോഴൊക്കെ വീഴുന്ന മനുഷ്യന്മാരാണ്. വീടിന്റെ ഉള്ളിലാണെങ്കിലും അടുക്കളയിലൊക്കെ വീഴും. പക്ഷെ അവർക്ക് ഒരു പക്ഷേ നമ്മളൊരു നോർമലി ആ ഇഞ്ചുറി ഹീൽ ചെയ്ത് നോർമൽ വർക്ക് ചെയ്യാനുള്ള ആ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ എപ്പോഴും ഒരു സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റ് ആയിക്കോട്ടെ അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇമ്മൊബിലൈസേഷൻ ആയിക്കോട്ടെ, ഹീലിംഗ് കഴിഞ്ഞ് അവർ റീഹാബിലിറ്റേഷൻ കഴിഞ്ഞ് എപ്പോഴാണോ തിരിച്ച് ഗെയിമിലേക്ക് വരുന്നത് അതുവരെ ഇവർ നമ്മുടെ കൺട്രോളിലായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു എൻഡ് പ്രൊഡക്റ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതായിരിക്കും ഒരു സ്പോർട്സ് ഇഞ്ചുറി അല്ലെങ്കിൽ ആ സ്പോർട്സ് ഇഞ്ചുറി സ്പെഷ്യലിസ്റ്റിന്റെ മെയിൻ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. അവിടെയാണ് ഇത് വേറിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവർക്ക് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അതിനെ ബാക്ക് സപ്പോർട്ട് ചെയ്യണം, എത്രത്തോളം ഏതൊക്കെ മസിൽസിനെ റീകവർ ചെയ്യണം, സ്ട്രെങ്തനിങ് എങ്ങനെ കൊടുക്കണം, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും. ജസ്റ്റ് ആ ഇഞ്ചുറിയിൽ ഇപ്പൊ പ്ലാസ്റ്റർ ഇടാനോ ബാൻഡേജ് കെട്ടാനോ മാത്രമല്ല അതിന്റെ ട്രീറ്റ്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കലാണ് നമ്മുടെയും കൂടെ കർത്തവ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഞാൻ അതിലേക്ക് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ, ഇപ്പോൾ ഡോക്ടർ, അതായത് ഒരു ഒരു സ്പോർട്സ് ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറുടെ സഹായം ആവശ്യമാണെന്നുള്ള ഒരു ധാരണ. പലപ്പോഴും പലരും വിചാരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പരിക്കുകൾ പറ്റി അവിടെ വല്ല തൈലോ കുഴമ്പോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ റിക്കവറി സാധ്യമായി എന്നുള്ള തോന്നല് പലർക്കും ഉണ്ട്. ഇപ്പൊ ഡോക്ടർ സംസാരിക്കുമ്പോഴാണ് അതിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പേർട്ടിന്റെ സംവിധാനം വേണമെന്ന് അറിയുന്നത്. ഇപ്പോൾ നമ്മൾ കുട്ടികളിലേക്ക് വരിക, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലുകൾ രൂപപ്പെടുന്ന ഒരു സമയമാണ് അവരുടെ കാലഘട്ടം. അപ്പൊ ആ സമയങ്ങളിൽ വരുന്ന ഇഞ്ചുറികൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തൊക്കെ സാധ്യതകൾ, അപകട സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടർഫുകൾ ഒരുപാട് ലഭ്യമാണ്. അതേപോലെ തന്നെ ഈ സമ്മർ ക്യാമ്പുകൾ ഒരുപാട് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അക്കാഡമി ബേസിസിൽ കുട്ടികൾ ഒരുപാട് നല്ല സ്പോർട്സിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ഇഞ്ചുറീസും കൂടുതലാണ്. അപ്പോൾ കുട്ടികളിൽ വരുന്ന ഇഞ്ചുറീസ് മിക്കപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു 5 മുറിവെണ്ണ ഉണ്ടായിരുന്നു, ഞാൻ അത് തേച്ചൊന്ന് പുരട്ടി കൊടുത്തു, കുറയുന്നില്ല ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടോ മിക്കപ്പോഴും വരുന്നത്. അപ്പോൾ ഇതിനെ സാധൂകരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് പലർക്കും അറിയില്ല. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ ബ്രോ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളിൽ എല്ല് വളരുന്ന ഒരു പ്രായമാണ്. ഇപ്പൊ കുട്ടികളിൽ എപ്പിഫൈസൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റ് ഇഞ്ചുറി അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ, ഈ മൂന്നും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് സമയത്ത് ഡയഗ്നോസ് ചെയ്ത് ഇമ്മൊബിലൈസേഷൻ വെച്ചാൽ ആ ഭാഗത്തിന് കറക്റ്റ് റെസ്റ്റ് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരു പക്ഷേ അവരുടെ വളർച്ചയെയും ഭാവിയിലെ പെർഫോമൻസിനെയും വളരെ നല്ല രീതിയിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ പേരൻസ് ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടും ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഏരിയയിൽ നീര് കുറയുന്നില്ല, ഒരു 3 ദിവസം 4 ദിവസമായിട്ട് നീരിനൊരു മാറ്റം വരുന്നില്ല അല്ലെങ്കിൽ കൂടുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ഈ പറഞ്ഞ പോലെ എഫക്റ്റഡ് ഏരിയ ഏതാണ്,
ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ എപ്പിഫൈസിസ്, ഗ്രോത്ത് പ്ലേറ്റ്, ഇതൊക്കെ ഈ ജോയിന്റിനോട് അനുബന്ധപ്പെട്ടാണ് ഉണ്ടാവുക. അപ്പൊ ജോയിന്റിൽ വന്നിട്ടുള്ള ഇഞ്ചുറി, കുട്ടി ചിലപ്പോൾ വീട്ടിൽ വന്നവരെ ഞാനൊന്ന് ഓടുന്നേരം ഇടയ്ക്ക് ഒന്ന് കൈ കുത്തി വീണുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ബോൾ വന്ന് തട്ടിയുള്ളൂ, അച്ഛൻ ആലോചിക്കുമ്പോൾ എന്താ ബോൾ വന്ന് തട്ടിയുള്ളൂ, കൈ ഇങ്ങനെ മടങ്ങി, ബാൻഡേജ് ചെയ്താൽ മതി. പക്ഷെ അവിടേക്കാണ് ഈ പറയുന്ന എപ്പിഫൈസൽ ഇഞ്ചുറീസ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ജോയിന്റിലുള്ള പെയിനുകൾ, അത് റിസ്റ്റ് ആയിക്കോട്ടെ, ആംഗിൾ ആയിക്കോട്ടെ, മുട്ടായിക്കോട്ടെ, കൂടുതൽ ഇവിടെയാണ് കാണപ്പെടുന്നത്. അത് ഈ പറഞ്ഞ പോലെ 3 ദിവസം 4 ദിവസമായിട്ടും പെയിൻ കുറയുന്നില്ല. ഇനി നാലാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ എഫക്റ്റഡ് ലിംബ് എന്ന് വെച്ചാൽ കൈ ആയിക്കോട്ടെ കാലായിക്കോട്ടെ, കുട്ടി അത് ഉപയോഗിക്കാതിരിക്കുക. 4 ദിവസമായിട്ട് അവൻ കാല് കുത്തുന്നില്ല, ഞൊണ്ടിയ നടക്കുന്നത്, കൈ അവനെ ഉപയോഗിക്കുന്നില്ല, ആ കൈ കൊണ്ട് വെയിറ്റ് എടുക്കുന്നില്ല. ഈ 3 ലക്ഷണങ്ങളും ഈ 3-4 ദിവസമായിട്ടും കുട്ടി മാറ്റുന്നില്ല, അല്ലെങ്കിൽ കൂടി വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ ഒരു പ്ലാസ്റ്റർ ഇട്ടു അല്ലെങ്കിൽ ഇമ്മൊബിലൈസ് ചെയ്തു എന്ന് വെച്ചിട്ട് എല്ലാം കഴിഞ്ഞില്ല. നേരത്തെ പറഞ്ഞതുപോലെ ആ കുട്ടി ഒരു അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റീകവറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ റീകവറിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ആ കുട്ടിയെ സ്പോർട്സിലേക്ക് ഇറക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ 3-4 കാര്യങ്ങൾ പാരന്റ്സും കൂടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഭാവിയും ബാധിക്കില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ സംസാരിക്കുമ്പോൾ തന്നെ ഡോക്ടറുടെ ഒരു പരിചയ സമ്പത്ത് ഇതിൽ നിഴലിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏത് കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവരാണ് ഡോക്ടറെ അടുത്ത് കൂടുതലായിട്ട് വരാറുള്ളത്? നമ്മുടെ ഇപ്പൊ കേരളത്തിൽ കുറച്ചും കൂടി ബൂസ്റ്റഡ് ആയി നിൽക്കുന്നത് ഫുട്ബോളാണ്. ഏറ്റവും കൂടുതൽ ഫുട്ബോളാണ്. അത് ഈ ടർഫിന്റെ ലഭ്യത കൂടുതലായത് കൊണ്ടാവാം. പക്ഷേ എനിക്ക് മനസ്സിലായത് ടർഫിന്റെ ലഭ്യത കൂടുതലാവുന്നതിന്റെ ഒപ്പം തന്നെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അവയർനെസ്സും കുറവാണ്. എങ്ങനെയാണ് ഒരു ടർഫിൽ അപ്രോച്ച് ചെയ്യേണ്ടത്, ടർഫ് തന്നെയല്ല ഗ്രൗണ്ടിലായിക്കോട്ടെ, എങ്ങനെയാണ് ഇതെല്ലാവരും ഒരു ടർഫിനെ ഒരു ലീഷർ ആയിട്ടാണ് പലരും എടുത്തിരിക്കുന്നത്. ഒരു ഫാമിലിയിൽ ഒരു 1 hour അവർക്ക് ഒരു ഫ്രീ ടൈം കിട്ടിയാൽ എല്ലാവരും കൂടെ ടർഫിൽ പോകാം, എല്ലാവർക്കും കൂടെ ഓടിക്കളിക്കാം. പക്ഷേ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു മാറ്റങ്ങൾ അവർ മനസ്സിലാകുന്നില്ല. പണ്ടും കളിച്ചിരുന്നു, ഇപ്പോഴും കളിക്കുന്നുണ്ട്, പിന്നെ എന്താന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും വരും. പക്ഷെ പണ്ടുള്ളവര് ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ അല്ല ഉള്ളത്. 24 മണിക്കൂറും സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരുന്നതുകൊണ്ട് പിന്നെ 1 മണിക്കൂർ ഓടിപ്പോയി കളിക്കലല്ല പണ്ടുള്ളത്. അവരവരുടെ കാര്യങ്ങൾ ചെയ്തിരുന്നു, ആക്ടിവിറ്റീസ് ചെയ്തിരുന്നു. ചിലവർ നടക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, അതിനൊപ്പം കളിക്കുന്നു. അവർ ഡെയിലി കളിക്കുന്നുണ്ട്. എന്നും 4:30 മുതൽ 5:30 വരെ പലരും കളിക്കുന്നുണ്ട്. ഇവർ ഈ 1 മണിക്കൂർ ആവും ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കളിക്കാം. അപ്പൊ അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ എങ്ങനത്തെ ഗിയറുകൾ യൂസ് ചെയ്യണം എന്നുള്ളത്, ഇതിന്റെ അവയർനെസ് കുറവും ഈ പറയുന്ന ആ കിട്ടുന്ന ഒരു 1 hour മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുണ്ടാവുന്ന ആ ഒരു ത്വരയുണ്ടല്ലോ മനുഷ്യന്റെ, അതൊക്കെയാണ് ഈ ഇഞ്ചുറിയിൽ അവസാനിക്കുന്നത്. ഈ ക്യാമ്പിലായിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ കുട്ടികളിലായിക്കോട്ടെ, ഈ പറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാത്തത്, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് പല ട്രെയിനേഴ്സും പറഞ്ഞു കൊടുക്കില്ല. ചിലർ നല്ലപോലെ പറഞ്ഞു കൊടുക്കും. ചിലത് നമ്മുടെ ട്രെയിനേഴ്സ് തന്നെയാവും നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് ഡോക്ടറെ, നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതേപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ പാരന്റ്സിന് ക്ലാസ് എടുത്ത് കൊടുക്കുക, കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുള്ളത്. അപ്പോൾ ഫുട്ബോൾ ആണ് നമ്മുടെ കേരളത്തിൽ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇഞ്ചുറി ആയിട്ട് വരുന്നത്. പക്ഷേ സ്പോർട്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ അശ്രദ്ധ വരുന്നിടത്തൊക്കെ ഇഞ്ചുറി വരും. ഇനി അശ്രദ്ധ മാത്രമല്ല, ഈ റൊണാൾഡോയ്ക്കും മെസ്സിക്കും ഇവർക്കൊക്കെ ഇഞ്ചുറി വരുന്നുണ്ട്. അവരെന്താ ട്രെയിൻ ചെയ്യാത്തവരോ വാമപ്പ് ചെയ്യാത്തവരാണോ നമ്മുടെ ചോദ്യം വരും. മസിൽസിന് ലോഡ് വരുന്ന അല്ലെങ്കിൽ മസിൽ ബാലൻസിന് ഇഷ്യൂ ആവുന്ന ഏത് പോസ്റ്ററിലും ആ ഒരു സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതിലെ ഒരു കാര്യം, നമ്മുടെ ജീവിതശൈലി വളരെയധികം മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ജങ്ക് ഫുഡുകളോടൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പ്രത്യേക താല്പര്യം അവർ കാണിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു മാറ്റത്തിലുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, പലപ്പോഴും കളിക്കളത്തിലെ പരിക്കുകൾ വരുമ്പോൾ അതെങ്ങനെയെങ്കിലും ആ കളിച്ചിരുന്നവർ തമ്മിൽ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കാരണം സ്വയം ചികിത്സ എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു പരിക്ക് പറ്റിയ ഒരാളെ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ പോലും പാലിക്കേണ്ട ചില രീതികൾ ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അതിനൊരു എഡ്യൂക്കേഷൻ ആവശ്യമാണെന്നാണ് ഡോക്ടർ തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് ഈ സപ്ലിമെന്റ്സുകളൊക്കെ ഇവരുടെ ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം സപ്ലിമെന്റ്സുകൾ കഴിച്ചതുകൊണ്ട് അവർ വളരെ ഏബിളായിട്ട് കളിക്കുന്നു എന്നുള്ളൊരു തോന്നലുകളുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അവരെ ഏത് തരം ഭക്ഷണ ശൈലിയാണ് പിന്തുടരേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? എപ്പോഴും ഇതിന്റെ ഒരു ഫൈനൽ വേർഡ്സ് എപ്പോഴും നമ്മളൊരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷ്യൻ ആയിരിക്കും പറയാം. പക്ഷേ ആസ് എ ഡോക്ടർ നമുക്ക് എപ്പോഴും ഇത് അഡ്വൈസബിൾ ആയിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. വളരെ നല്ല ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഈ ഫുഡിന്റെ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇവരെ വെയിറ്റിനെയാണ് ബാധിക്കുക. അതുകൊണ്ടാണ് സാധാരണക്കാരനും സ്പോർട്സ് പേഴ്സണും തമ്മിൽ വ്യത്യസ്തനാവുന്നത്. ഇപ്പോൾ സാധാ ഒരാള് ടർഫിൽ ഒരു 1 hour ഓടുന്നതും ഒരു അത്ലറ്റ് 1 hour ഓടുന്നതും തമ്മിൽ എന്തെങ്കിലും ഡിഫറെന്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മെസ്സിക്കും റൊണാൾഡോക്കും ഇഞ്ചുറി വരുന്നതും 1 മാസം ജസ്റ്റ് നാട്ടിൽ വന്ന അല്ലെങ്കിൽ സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ പോയിട്ട് ഇഞ്ചുറി വരുന്നത് തമ്മിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആണ്. അതിലവിടെയാണ് ഈ മസിൽ സ്ട്രെങ്ത് സപ്ലിമെന്റ് ഒക്കെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഈ സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മളിപ്പോൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് ഫാറ്റ് കുറച്ചിട്ട്
കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചിട്ട്, ഇതെല്ലാം ശരീരത്തിൽ ആവശ്യകതമാണ്. ഉം. എപ്പോഴും നമ്മൾ സീറോയിന് പകരം ഇത് കുറച്ചിട്ട് പ്രോട്ടീന് വാട്ടവർ, ഇപ്പൊ ചിലവർക്ക് വൈറ്റമിൻ ഡി ആയിരിക്കും കുറവ്, ചിലവർക്ക് B12 കുറവായിരിക്കും, അബ്സോർപ്ഷൻ കുറവായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള സപ്ലിമെന്റ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പൊ എപ്പോഴും നമുക്ക് ഗൾഫിലുള്ളവരോട് സംസാരിച്ചറിയായിരിക്കും, അവർക്ക് ഒരു പാക്ക് ഓഫ് സപ്ലിമെന്റ്സ് ഡെയിലി ഉണ്ടാവും, അല്ലെങ്കിൽ മാസത്തിൽ അവർ എടുക്കുന്നുണ്ടാവും. അത് മെയിൻ ആയിട്ട് അവർ പറഞ്ഞ പോലെ വെയിൽ കൊള്ളുന്നില്ല, ഇതിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ വൈറ്റമിൻ ഡിക്കൊക്കെ വളരെയധികം വലിയ റോൾ ഉണ്ട്. കാൽഷ്യത്തിനൊക്കെ നമ്മൾ ഈ ബോൺ സ്ട്രെങ്ത്തിനും വൈറ്റമിൻ ഡിക്കൊക്കെ വളരെ നല്ല റോൾ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ മസിൽ കോരിപ്പിടിക്കുക ഇതൊക്കെ പറയുന്നത് വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് സാധാരണയാണ്. രാത്രി കിടക്കുമ്പോൾ പുറം കഴിക്കുന്ന ബാക്ക് പെയിൻ, അങ്ങനത്തെ രാത്രി പെയിൻ ഇപ്പൊ ഈ പറയാണ്, വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഉള്ള പെയിൻ പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി റൂൾ ഔട്ട് ആണ് നമ്മൾ പൊതുവെ പറയാം. യൂറിക് ആസിഡ് അതുപോലുള്ളതൊക്കെ റൂൾ ഔട്ട് ആണെന്ന് പറയാം. പക്ഷെ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞത് ഡയറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈലും വെയിറ്റും ഈ പറഞ്ഞ ഇഞ്ചുറി ആയിട്ട് വളരെ നന്നായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലർക്കുള്ളൊരു സംശയം എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്ക് പരിക്കുകൾ പറ്റുന്ന സമയത്ത് പലപ്പോഴും ഐസ് പാക്ക് വെക്കണോ അതോ ഹോട്ട് പാക്ക് വെക്കണോ, എന്താണ് ഏറ്റവും നല്ലത് എന്നുള്ളതിലൊക്കെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡോക്ടറുടെ അഭിപ്രായത്തിൽ അതെങ്ങനെയാണ്? ഇപ്പോഴും നമ്മളൊരു ഇന്റർനെറ്റിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു കറക്റ്റ് ഉത്തരം കിട്ടില്ല. അത് ഇപ്പോഴും ഒരു കോൺട്രഡിക്ഷൻ നടക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, അക്യൂട്ട് ഇഞ്ചുറി, ഇപ്പോൾ ഈ ഒരു സമയത്ത് വന്നൊരു ഇഞ്ചുറി, അക്യൂട്ട് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ അത് സ്പ്രെയിൻ ആയിക്കോട്ടെ, സ്ട്രെയിൻ ആയിക്കോട്ടെ, ചെറിയ കണ്ടൂഷൻ ആയിക്കോട്ടെ, ഫ്രാക്ചർ ആയിക്കോട്ടെ, അതിനെപ്പോഴും ഐസ് പാക്ക് ആണ് നല്ലത്. പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ഡോക്ടർ ഇപ്പോൾ പേഷ്യനോട് പറയുന്നത് 3 ദിവസം ഐസ് പാക്ക് വെച്ചോ, പിന്നെ ഹീറ്റ് പാക്ക് വെച്ചോ. പേഷ്യന്റ് പോയി, പേഷ്യന്റിനെ അറിഞ്ഞൂടെ എങ്ങനെ വെക്കുന്നത്. അവിടെയാണ് വ്യത്യാസം വരുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം വെച്ചാൽ, എന്തിനാണ് ഐസ് പാക്ക് വെക്കുന്നത്? ഈ പറഞ്ഞ പോലെ അവിടുത്തെ ടിഷ്യൂവിലത്തെ ടെമ്പറേച്ചർ ഒന്ന് കുറച്ച്, പെയിൻ നെർവ്, ആ നെർവിന്റെ കണ്ടക്ഷൻ ഒന്ന് കുറച്ച്, സ്വെല്ലിങ് കുറയ്ക്കാനും, വാസോ കൺസ്ട്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ അവിടേക്ക് വാസോ ഡയലേഷനാണ് വരുന്നത്. അപ്പോൾ ബ്ലഡിന്റെ സപ്ലിമെന്റ് കൂടെയാണ് വരുന്നത്. അപ്പൊ അവിടെയും അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് പാക്ക് വെക്കുന്നത്. അപ്പൊ എപ്പോഴും പേഷ്യന്റിനോട് നമ്മൾ പറയാം, ഡയറക്റ്റ് വെക്കരുത്. ഒരു ടർക്കിയിലോ അല്ലെങ്കിൽ ഒരു ഐസ് പാക്ക് ആയിട്ടോ അങ്ങനെ പൊതിഞ്ഞിട്ട് വെക്കണം. 10 മുതൽ 15 മിനിറ്റിനുള്ളിലേ വെക്കാൻ പാടുള്ളൂ. ഒരു 3 മണിക്കൂർ ഇടവിട്ടിട്ട് ആണ് വെക്കേണ്ടത്. അങ്ങനെ ഒരു ആദ്യത്തെ 48-72 മണിക്കൂർ ഇഞ്ചുറി പറ്റി ഒരു 3 ദിവസത്തിനുള്ളിലാണ് ഇത് ചെയ്യേണ്ടത്. ഒരു ദിവസം മിനിമം 5 നേരമെങ്കിലും വെച്ചാൽ മതി. ഇത് നമ്മൾ എപ്പോഴും പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കണം. ഇനി ഹീറ്റ് പാഡിന്റെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കാലങ്ങളായിട്ടുള്ള വേദനകൾ, ഈ പറഞ്ഞ പോലെ ബാക്ക് പെയിൻ ആവാം, നീ പെയിൻ ആവാം, ഇതൊക്കെ നമുക്ക്, അല്ലെങ്കിൽ മസിൽ സ്റ്റിഫ്നെസ്, മസിൽ ടൈറ്റ് ആവാം, ഇതിനൊക്കെ റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഹീറ്റാണ് നല്ലത്. അങ്ങനെയുള്ള കേസുകളിൽ എപ്പോഴും ഹീറ്റ് പാഡാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബ്രോക്ക് ബാക്ക് പെയിൻ ഉണ്ട്, ജോലിക്ക് പോകണം, രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ടൈറ്റാണ്, കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഒന്ന് ഹീറ്റ് പാഡൊക്കെ ഒന്ന് വെച്ച് ചൂടായി നല്ലപോലെ ഒന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്തിട്ട് പോയാൽ നമുക്കത് ഓക്കെയാണ്. അവിടെ ഐസ് പാക്കിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത് നമ്മൾ ഈ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് നമ്മൾ ഈ 15 മിനിറ്റ് 20 മിനിറ്റിന് അധികം വെക്കുമ്പോൾ അവിടെ ടിഷ്യൂ ഡാമേജ് ഉണ്ടാവുന്നു, അവിടെ ഫ്രീസ് ആവും. അപ്പൊ കോൾഡ് ഇൻഡ്യൂസ്ഡ് വാസോ ഡയലേഷൻ എന്നൊരു സാധനം ഉണ്ട്. ഒന്നുമില്ല, നമ്മളിപ്പോ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഫ്രീസ് ആവാതിരിക്കാൻ വേണ്ടി ബോഡി ആക്ട് ചെയ്യും. അപ്പൊ വീണ്ടും അവിടെ ടെമ്പറേച്ചർ കൂട്ടാനാണ് ബോഡി ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ ഒരു റിസൾട്ട് ഇല്ലാതെയാവും. അതുകൊണ്ട് എപ്പോഴും അക്യൂട്ട് ഇഞ്ചുറീസിൽ ആദ്യത്തെ 3 ദിവസം 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഒരു 3 മണിക്കൂർ ഇടവിട്ട് ഐസ് പാക്ക് ഒരു ടർക്കിയിലോ തോർത്തുമുണ്ടിലോ പൊതിഞ്ഞു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. 3 ദിവസം കഴിഞ്ഞ് നമുക്ക് ഹീറ്റ് പാഡിലേക്ക് പോകാം, കുഴപ്പമില്ല. പിന്നെ ഇഞ്ചുറി വന്ന ഏരിയാസ്, പിന്നെ ഈ പറഞ്ഞ പോലെ നെർവ് കണ്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷുഗർ, ഡയബറ്റിക് ആയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും ചിലപ്പോൾ ഇതിന്റെ സെൻസേഷൻ അധികം പറ്റൂല. അവരിങ്ങനെയുള്ളത് കുറച്ച് ഒഴിവാക്കണം, കുറച്ചും കൂടെ നല്ലതാണ്. അവർക്ക് ചൂട് ചിലപ്പോൾ പൊള്ളിയാലൊന്നും അറിയില്ല അവര്. അപ്പൊ അവർക്ക് ഹീറ്റ് പാഡ് ഇങ്ങനെയുള്ളത് ഒഴിവാക്കിയാൽ നല്ലതാണ്. അതേപോലെ ഡയറക്റ്റ് വൂണ്ടിലൊക്കെ വെക്കുന്നത് അത്ര നല്ലതൊന്നല്ല. അങ്ങനെയുള്ളവർ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഇത് എനിക്കിപ്പോ ഇത്രയും നാള് ഏറ്റവും നല്ല റിസൾട്ട് തന്നുള്ള ഈ ഒരു പാറ്റേണിൽ പോകുന്നതാണ്. അതുപോലെ തന്നെ ഒരു കായിക താരത്തിന്റെ ഒരു കിറ്റ്, ആ കിറ്റില് വളരെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഇഞ്ചുറികൾ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ അത്യാവശ്യമായിട്ട് പ്രയോഗിക്കാവുന്ന ഒരു 3 ഐറ്റംസ് പറയുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും അത്? നമുക്കൊന്ന് വൂണ്ട് ഹീലിംഗ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, അത് ബെറ്റാഡിയൻ സൊല്യൂഷൻ ആവും, എന്താവാം. പിന്നെ അതിലേറെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഐസ് പാക്ക് എന്ന് പറഞ്ഞ ഒരു സാധനം, ഐസ് പാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ രണ്ടാമത് പിന്നെ വരുന്നത് ഈ ഗോസ് പോലെ എന്ന് വെച്ചാൽ ഒരു തുണി പോലെ, കോട്ടൺ പോലെ ഒരു സാധനം. അതിന്റെ മെയിൻ ഇമ്പോർട്ടൻസ് വരുന്നത് വെച്ചാൽ ഇമ്മൊബിലൈസേഷൻ എന്നുള്ളതാണ്. ഒരു ഷോൾഡറിന് ഒരു പരിക്ക് പറ്റി നമ്മൾ പെട്ടെന്ന് തോർത്ത് ചുറ്റുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ഇതാണ് റെസ്റ്റിംഗ് പൊസിഷൻ. എല്ലാ ജോയിന്റിനും അതിൻ്റെതായുള്ള റെസ്റ്റിംഗ് പൊസിഷൻ ഉണ്ട്. മുട്ടിന് ഇഞ്ചുറി വന്ന മുട്ട് മടക്കാതെ വെക്കുക എന്നുള്ളതാണ് റെസ്റ്റിംഗ്. അപ്പൊ നമ്മൾ ആ റെസ്റ്റിംഗ് പൊസിഷൻ കീപ്പ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആകുന്ന എന്തെങ്കിലും ഒരു സാധനം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പുറമേക്കായിട്ട് ഇഞ്ചുറി ആണെങ്കിൽ അതൊന്ന് മൂടി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലോത്തോ ഗോസോ പോലുള്ള ഒരു സാധനങ്ങൾ. പിന്നെ ഈ മസിലായിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെയിൻ സ്പ്രേസ് നമുക്ക് കിട്ടും.
പക്ഷെ ഈ പെയിൻ സ്പ്രേയുടെ ഉപയോഗം കൂടുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഇപ്പൊ ഡോക്ടറിലേക്ക് എത്താത്തത്. ഇപ്പൊ ചെറിയൊരു ഇഞ്ചുറി എന്താണെന്ന് മനസ്സിലായാലും അവരത് നല്ലപോലെ അടിച്ചിട്ട് അവരങ്ങോട്ട് കളിക്കാൻ ഇറങ്ങും. അത് ചിലപ്പോൾ ഗ്രേഡ് 1 എന്നുള്ളത് 2 ആയിട്ടുണ്ടാവും. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ലതായിട്ട് ഒരു കൂൾ പാക്ക് അത്യാവശ്യം. നമുക്ക് എങ്ങനെയാണ് ഈ ഗ്രേഡുകളായിട്ട് തിരിക്കാൻ പറ്റുക? അതായത് 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേഡുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗ്രേഡ് 1 വരുന്ന ഏകദേശം ഇഞ്ചുറീസ് ഒക്കെ ഏതായിരിക്കും? ഗ്രേഡ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ലിഗമെന്റ് സ്പ്രെയിൻ ആണെന്ന് വെക്കാം. ACL ഇഞ്ചുറി നമ്മളിപ്പോൾ MRI നോക്കുമ്പോൾ ACL ഇഞ്ചുറി. അപ്പൊ ACL ഗ്രേഡ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ലിഗമെന്റ് ഇപ്പൊ നമ്മളൊരു ഈർക്കിളി കെട്ടിയിട്ടുള്ള ഒരു ചൂലാന്ന് വിചാരിക്കും. ഒരു 100 ഈർക്കിളിയുള്ള ഒരു ചൂല്. ആ ചൂലിൽ നിന്ന് 2 or 10 ഈർക്കിളി മാത്രം പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അത് ഗ്രേഡ് 1 എന്ന് പറയാം. അതേ സമയത്ത് അതിൽ നിന്ന് ഒരു 50ഓളം അല്ലെങ്കിൽ 25 മുതൽ 50ഓളം പോകുന്നുണ്ടെങ്കിൽ 2 എന്ന് പറയാം, 3 എന്ന് പറയാം, 4 എന്ന് പറയാം. ഇതിന്റെ ഇമ്പോർട്ടൻസ് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വയം ചികിത്സയാണ് പ്രശ്നം വരുന്നത്. ഗ്രേഡ് 1 വന്നൊരു ഇഞ്ചുറി, ആൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ഇഞ്ചുറി വരുമ്പോൾ ഒന്ന് തോന്നും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാൻഡ് ചെയ്തപ്പോൾ കാലൊന്ന് ട്വിസ്റ്റായി, മുട്ടിലൊരു ഇളക്കം തോന്നി, അപ്പൊ ഒരു വേദന വന്നു, കളിയുടെ വാശിപ്പുറത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കളിച്ചു. അവിടെ ഈ പറഞ്ഞ ഗ്രേഡ് 1 എന്നുള്ളത് ട്രാൻസ്ഫോർമേഷൻ ഒരു മിക്കവാറും എനിക്ക് വരുന്ന പേഷ്യന്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വേദന വന്നു എന്ന് പറയും. അത് ഈ ഒരു ട്രാൻസ്ഫോർമേഷന് ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും 100% പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഗ്രേഡ് 1ഉം 4ഉം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും സ്റ്റാർട്ടിംഗ് ആണോ എൻഡിങ് ആണോ. പക്ഷെ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കൊരു ഊഹാപോഹങ്ങളാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ MRIയോ അല്ലെങ്കിൽ ഇനിയിപ്പോ ബോണിന്റെയൊക്കെയാണ് എക്സ്റേയോ എടുത്തിട്ടാണ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ പോലും നമ്മളൊരിപ്പോ ഒരു ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് MRI എടുക്കാൻ പറയുള്ളൂ. കാരണം അതിന്റെ ഉള്ളിൽ ഹീലിംഗ് പ്രോസസ്സും ബ്ലീഡിംഗ് ഒക്കെ നടക്കുകയായിരിക്കും. അത് കഴിഞ്ഞിട്ടേ പറയുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതാണ് അതിന്റെ മെക്കാനിസം. 1ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഈ പറയുന്ന എണ്ണത്തിൽ വരുന്ന കുറവ്. അതായത് ഗ്രേഡ് 1 ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കപ്പോ ദിവസം കുറവാണ്. 1ന് ഇപ്പോ 28 ദിവസം റിക്കവറി ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേത് 6 മാസം വരെ പോകും. അപ്പൊ അത് ഏത് ഭാഗത്ത് എവിടെ ഇഞ്ചുറി വന്നു എന്നുള്ള പോലെ ഇരിക്കും. നമ്മളത് തിരിച്ചറിയുകയും പരിഹരിക്കണം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നതിന്റെ പോയിന്റിലാണ് ഇത് ഗ്രേഡ് മാറുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോ പലപ്പോഴും ഇപ്പൊ കളി എന്ന് പറയുമ്പോൾ നേരെ വന്ന് കളിക്കുകയാണ്. സ്ട്രെച്ചസ്, വാമപ്സ്, അതുപോലെ കൂൾ ഡൗൺ ചെയ്യാനുള്ള ഒന്നുമായിട്ട് പലരും ചെയ്യുന്നില്ല. അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാവുന്നവരും അത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യുന്നുണ്ട്, പരിക്കളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്യേണ്ടതിന്റെ ഒരു പ്രാധാന്യം ഞാനിത് ചോദിക്കുന്നത്, നമുക്ക് എല്ലാത്തരം ഓഡിയൻസും ഇത് കാണുന്നുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കളിക്കാൻ വരുമ്പോൾ എന്തായാലും കളിക്കുമ്പോൾ ശരീരം അനങ്ങുന്നുണ്ട്. പിന്നെ എന്തിനാണ് കളിക്ക് മുന്നേ ഒരു ശരീരനക്കല് അല്ലെങ്കിൽ കളിക്ക് ശേഷം എന്തിന് കൂൾ ഡൗൺ ചെയ്യണമെന്ന് അറിയണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് എന്താണ്? എല്ലാ പേഴ്സൺസിന്റെയും മസിൽസിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കളിക്കുക എന്ന് പറയുന്നത് ഒരു ഓവർ ആക്ടിവിറ്റിയാണ്. അത് ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതിന്റെ ഓരോ ശരീരം അനുസരിച്ച് അത് വ്യത്യാസമായിരിക്കും. ഇപ്പോൾ എനിക്ക് 2 മണിക്കൂർ കളിക്കാൻ പറ്റണമെങ്കിൽ ബ്രോയ്ക്ക് അത് ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും. അപ്പൊ അതൊരു മസിൽസിന്റെ ഓവർ യൂസ് ആണ് അവിടെ പലർക്കും വരുന്നത്. അപ്പോൾ ആ ഒരു ഓവർ യൂസിനെ കറക്റ്റ് നമ്മളത് ടാക്കിൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇഞ്ചുറി ആണ് ആവാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ് വാമപ്പ്. ബോഡിക്ക് ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ബോഡി ഒന്ന് ഹീറ്റാക്കി സ്ട്രെച്ചുകളൊക്കെ ആക്കി മസിൽസിനൊക്കെ ഒന്ന് ഇതൊക്കെ ആക്കി നമ്മൾ ആ ബോഡി കളിക്കാൻ പോവുകയാണ്, ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് വാമപ്പ്. എന്ന് വെച്ച് വാമപ്പ് ചെയ്തവനൊക്കെ കണ്ണടച്ച് 1 മണിക്കൂർ കളിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് 2 മണിക്കൂർ ചിലപ്പോൾ പ്രോയ്ക്ക് അരമണിക്കൂറായിരിക്കും, വേറെ ഒരാൾക്ക് 15 മിനിറ്റ് ആവും. അപ്പോൾ അങ്ങനെ സ്ഥിരമായി കളിക്കണം എന്നുള്ളവൻ ഇത് ഡെയിലി ഫോളോ ചെയ്യണം. അതാണ് വാമപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വലിയ അത്ലറ്റ് ആയിക്കോട്ടെ, നമ്മൾ ആരും മനസ്സിലാക്കാത്ത ഒരു കാര്യം, നമ്മൾ ഈ ഗെയിം ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ടിവിയിൽ കാണാം. ഈ പറയുന്ന എത്രയും വലിയ അത്ലറ്റ് മണിക്കൂർ മുമ്പ് അവര് ഗ്രൗണ്ടിൽ ഇറങ്ങി സ്ട്രെച്ച് ചെയ്യുന്നു, ഡൈനാമിക് സ്ട്രെച്ചിങ് ചെയ്യുന്നു. ഡൈനാമിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റോട് കൂടിയിട്ടുള്ള സ്ട്രെച്ചിങ്. അപ്പോ അത് ഏറ്റവും നല്ലത്, വാമപ്പിൽ ഏറ്റവും നല്ലത് ഡൈനാമിക് സ്ട്രെച്ചിങ് ആണ്. അപ്പൊ ഇത് ചെയ്തിട്ട് അവർ ഇറങ്ങുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരെ ചെയ്തിട്ട് പോലും അങ്ങനെയുള്ള നല്ല ശീലങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. അതേപോലെ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്, ഇരുന്നു കൊണ്ടുള്ള സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ റിലീസിങ് കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ കൂൾ ഡൗൺ പീരീഡും ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇതിനൊക്കെ 5 മിനിറ്റ് മതി ടർഫിൽ. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നു, ആ 1 മണിക്കൂർ ആഘോഷകരമാക്കുന്നു, 1 മണിക്കൂർ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇപ്പോ കുറച്ച് നാളുകളായിട്ട് ഒരു 3-4 മാസങ്ങളായിട്ട് ഒരുപാട് ചേഞ്ചസ് കണ്ടുവരുന്നുണ്ട്. നമ്മളിപ്പോ ഞാൻ കളിക്കാൻ പോകുമ്പോഴായാലും നമ്മുടെ മുമ്പ് കളിച്ച പിള്ളേരുകളായാലും അവിടെ വരിയായിട്ട് ഇരുന്ന് കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇതൊക്കെ ആയിട്ട് കാണുമ്പോൾ സന്തോഷം. കുഴപ്പമില്ല, കാരണം അത്രയും ഇഞ്ചുറീസ്. ശരിക്കും സ്കൂൾ തലത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ, കുട്ടികളാണ് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ടർഫിലൊക്കെ പോയി കളിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊരു അവയർനെസ് സ്കൂൾ തലത്തിൽ തന്നെ അല്ലെ വിദ്യാഭ്യാസ തലത്തിൽ തന്നെ കൊടുക്കേണ്ടതല്ലേ? അതെ, അവരെക്കാളും എനിക്ക് തോന്നുന്നത് പാരന്റ്സിനും ട്രെയിനേഴ്സിനാണ് കൊടുക്കേണ്ടത്. കാരണം കുട്ടികളിൽ എന്ന് പറഞ്ഞാൽ ഒരു വാശി എന്നുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ
കുട്ടികൾ പലപ്പോഴും വീട്ടിൽ ഇഞ്ചുറീസ് മറച്ചു വെക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ആ 3 പോയിന്റ്സ് പറഞ്ഞത്, പേരൻസ് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ ഇവരുടെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കളിക്കണം, ഇന്നിത് പറഞ്ഞ നമ്മളും അങ്ങനെ തന്നെയായിരുന്നു, വ്യത്യാസമൊന്നുമില്ല. നാളെ കളിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഞൊണ്ടി നടക്കരുത്. അപ്പൊ അവർ മാക്സിമം എഫേർട്ട് എടുക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും പാരന്റ്സിനും ട്രെയിനേഴ്സിനും ഇന്ന ഇഞ്ചുറീസ് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഡോക്ടറെ, അല്ലെങ്കിൽ എന്നെ തന്നെയോ അല്ലെങ്കിൽ ഇന്ന ആളെ തന്നെയോ ഒന്നല്ല, അടുത്തുള്ളൊരു ആളെ കാണിക്കണം. ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ പറഞ്ഞ പോലെ ഹാൻഡ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു സ്ലിങ്ങിൽ ഇടാം. എന്നിട്ട് കാരണം ഫ്രാക്ചർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, സ്ലിങ്ങിൽ ഇടാം. കെയർ ചെയ്യുക എങ്ങനെയാണ്, ഐസ് പാക്ക് എങ്ങനെയാണ് വെക്കേണ്ടത്, ഇങ്ങനെ ഒരു ക്ലാസ്സോ അവയർനെസ്സോ ശരിക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതൊരു സമ്മർ ക്യാമ്പ് ആയിക്കോട്ടെ, ഒരു ക്യാമ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് ആയിക്കോട്ടെ, അവർക്കൊരു ഇനീഷ്യലി ഫസ്റ്റ് വേണ്ടത് ഇങ്ങനെ ഒരു ക്ലാസ് ആണ്, പാരന്റ്സിനും ട്രെയിനേഴ്സിനും കൂടിയായിട്ട് അതിനെ കുറിച്ചൊരു ക്ലാസ് അവർക്ക് കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്, വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഫിസിക്കലി ഉള്ള വിഷയങ്ങളാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മെന്റലിയും അവർ പ്രിപ്പയർഡ് ആയിരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടല്ലോ. അപ്പോൾ ഉറക്കക്കുറവ്, അതുപോലെ മെന്റൽ സ്ട്രെങ്ത്, മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം ഒരു കായിക താരം എന്ന നിലയിൽ? സ്വാഭാവികമായിട്ട് അവർക്ക് മത്സരത്തിൻ്റെതായിട്ടുള്ള പ്രഷറുകൾ ഉണ്ടായിരിക്കാം, സമയത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജോലി കഴിഞ്ഞു വന്ന് വിശ്രമമില്ലാതെ നേരെ ഇപ്പം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെയധികം ചെറുപ്പക്കാർ കുഴഞ്ഞു വീഴുന്നതൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് അവിടെയാണ് ഇപ്പം ഈ പറഞ്ഞ വാമപ്പ് അല്ലെങ്കിൽ ഡെയിലി സ്ട്രെച്ചിങ് അതിൻ്റെയൊക്കെ ആവശ്യകത വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പലരും നമ്മളോട് പറയും, എന്താ ഞാൻ മെന്റൽ റിലീഫിന് വേണ്ടി കളിക്കാൻ പോകുന്ന ഡോക്ടറെ, ഇപ്പം ഇതുകൊണ്ട് അതുപോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഈ മെന്റൽ റിലീഫിന് വേണ്ടി കളിക്കാൻ പോകുന്ന ആൾക്കാർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ മെന്റൽ സ്ട്രെസ് വരാൻ പോണത് ഈ ഒരു ഇഞ്ചുറിയാണ്. അപ്പോ ഈ കരിയറിനെ തന്നെ ബാധിക്കും. അത് നമ്മളെപ്പോഴും ഒരു ഇഞ്ചുറി എപ്പോഴും സർജിക്കൽ ആണോ അല്ലേന്ന് തീരുമാനിക്കുക എപ്പോഴും അവരുടെ ആക്ടിവിറ്റീസ് അനുസരിച്ച്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ACL ഗ്രേഡ് 2ഓ 3ഓ വന്നത് 25 വയസ്സുള്ള ഒരു കുട്ടിക്കും അതേപോലെ ഒരു 50 വയസ്സുള്ള ഒരാൾക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അയാൾക്ക് ഇനി വീട്ടിലെ കാര്യങ്ങൾ ചെയ്താൽ മതി, വീട്ടിൽ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല, സാധാ ജോലിക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെങ്തനിങ്ങും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവാം. അതേസമയത്ത് 25 വയസ്സുള്ള കുട്ടിക്ക് ഭാവിയിൽ കളിക്കണം, സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 3ഓ 4ഓ ഒക്കെ ആണെങ്കിൽ സർജറി ഓപ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ ഈ സപ്ലിമെന്റ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉറക്കം, മെന്റൽ ഹെൽത്ത്, അതേപോലെ ഭക്ഷണം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. കറക്റ്റ് സ്ലീപ്പും ഹൈഡ്രേഷൻ, വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്ന ആ ഒരു മണിക്കൂർ സ്ട്രെസ്സിലാണ് കളിക്കുന്നത്. സ്ട്രെസ് എന്ന് ഉദ്ദേശിച്ച ബോഡി മെന്റൽ ടെൻഷൻ മാത്രമല്ല, ബോഡി സ്ട്രെസ്ഫുൾ ആണ്, ബോഡിക്ക് ആവശ്യമായിട്ടുള്ള നീഡ്സ് അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ ഈ ഫറ്റീഗോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുഴഞ്ഞു വീഴ്ച കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ബോഡി എപ്പോഴും ഇതിനു വേണ്ടിയും കൂടെ ബോഡി മെന്റലി തയ്യാറെടുക്കണം, ഞാൻ കളിക്കാൻ പോവുകയാണ് എന്നുള്ളത്. അല്ലാണ്ട് എന്റെ റിലീഫാണ് ഇത്, ഈ ഒരു മണിക്കൂർ എനിക്ക് എന്തും ചെയ്യാന്നുള്ളതല്ല. 1 അവറും നമുക്കൊരു ദിവസത്തിൽ കിട്ടുന്ന ആ 1 അവർ ചിലപ്പോൾ ഉറക്കം മാറ്റി വെച്ചിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 12 മണിക്ക് വന്നിട്ട് 1 മണി വരെ കളിച്ചിട്ട് നാളെ 7 മണിക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും അത്ര നല്ലതല്ല എന്നാണ് പറയാനുള്ളത്. അതേ സമയത്ത് നമുക്ക് അതിൻ്റെതായ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ടെന്നുള്ള കളി എന്നുള്ള ഈ ലീഷർ ഇതിനോട് ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഡോക്ടറെ. ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂട് വളരെയധികമുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ പലർക്കുള്ള ഒരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ രാവിലെ നമ്മൾ എന്തെങ്കിലും സ്പോർട്സിൽ ഏർപ്പെടുന്നതാണോ അതോ വൈകിട്ടാണോ, ഏതാണ് അനുയോജ്യമായ ഒരു സമയം വെയിലടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോഴേ? ഇപ്പൊ ശരിക്കും ഗവൺമെന്റ് പ്രോട്ടോകോളിൽ പോണതാണ് ഏറ്റവും നല്ലത്. ഒരു 10 മണി തൊട്ട് 3 മണി വരെ അല്ലെങ്കിൽ 11 മണി തൊട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ മാക്സിമം ഒഴിവാക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏർലി മോർണിംഗ് നല്ലതാണ്. ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഞാനൊക്കെ ഒരു ആ സമയത്ത് നമ്മൾ വെയിലുള്ളൂ എന്നൊക്കെ വളരെ നല്ലതല്ല ശരിക്കും. ആ വെയില് നല്ലതാണ്, ഇളം വെയിൽ. പക്ഷേ ആ വെയിൽ കൊണ്ടു എന്ന് വെച്ചിട്ട് ഒരിക്കലും വൈറ്റമിൻ ഡിയിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. വൈറ്റമിൻ ഡിക്ക് നമുക്ക് കുറച്ചും കൂടെ ഇതായി. പക്ഷെ അന്നും പറഞ്ഞ് ഇപ്പൊ പോയി നിന്ന് കഴിഞ്ഞാൽ അതിൽ ഇരട്ടി പണിയും കിട്ടും. ഇപ്പോഴത്തെ വെയിൽ അങ്ങനെയുള്ള വെയിലും അല്ല. അപ്പൊ നമ്മളൊരു ഏർലി മോർണിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു 6 to 8 കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ 6 to 8ഉം ഈവനിങ്ങും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു 5 മണി ആവണമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. 3 മണി വരെ എന്തായാലും പുറത്തിറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം ആരുടെയും സൂര്യാഘാതം ഉൾപ്പെടെ ഹൈഡ്രേഷനും ഒന്നും കറക്റ്റ് അല്ല. ഇപ്പൊ ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു AC ക്ലിനിക് റൂമിൽ നിന്ന് പേഷ്യൻസിനെ നോക്കാണ്. അപ്പൊ ഞാൻ AC-ലല്ലേ ഇരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ദാഹില്ല, ഇവിടെ ഇരിക്കുമ്പോൾ ബ്രോക്ക് എനിക്ക് ദാഹില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിന് വെള്ളം ആവശ്യമാണ്. നമ്മൾ വീട്ടിലെത്തി യൂറിനേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ബേണിങ് അല്ലെങ്കിൽ യെല്ലോ കളർ കാണുന്നത്. അപ്പോ അതേ നമ്മൾ വീണ്ടും പോയി കളിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും.
ഏറ്റവും കൂടുതൽ മസിൽ ക്രാംസും മസിൽ ഇഞ്ചുറീസ് ഒക്കെ വരുന്നത് ഈ ഡീഹൈഡ്രേഷനും സ്ലീപ്പും മൂലമാണ്. അതാരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ കുറെ സപ്ലിമെന്റ്സ് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ കാലാവസ്ഥയും കൂടെ നോക്കണം. പണ്ട് ഞാൻ വെയിലത്ത് കളിച്ചിരുന്നു എന്നാ പിന്നെ എന്റെ മക്കളെയും വിട്ട് കഴിഞ്ഞാൽ അത് ശരിയാവൂല. ആളുകളുടെ രോഗപ്രതിരോധ ശേഷിയുടെ ലെവലുകളും ഭയങ്കര വ്യത്യാസമുണ്ട്. അതാ പറഞ്ഞത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യതിയാനപ്പെടുന്നുണ്ട്. പണ്ട് ഡെയിലി കളിക്കുന്ന ഒരാൾക്കാരായിരിക്കും ഇപ്പോ ഏതെങ്കിലും ഒരു സമയം കളിക്കുന്നത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ കോമൺ ആയിട്ട് ആളുകളിൽ എല്ലാവിധം ആളുകളും പരാതി പറയുന്ന ഒരു മേഖലയാണ് ബാക്ക് പെയിൻ ഉണ്ട്, മുട്ടുവേദനയുണ്ട്. ഇപ്പൊ മുട്ടുവേദനയെ സംബന്ധിച്ചിടത്തോളം ചിലർ പറയും അത് ഭയങ്കര വെയിറ്റ് ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട്. അതല്ലാതെ ഡെഫിഷ്യൻസി വിറ്റാമിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ്? ഇത് ശരിക്കും ആൾക്കാരിലേക്ക് അവയർനെസ് എത്തേണ്ട ഒരു സാധനമാണ്. എന്താണ് ബാക്ക് പെയിൻ, എന്താണ് നീ പെയിൻ, എങ്ങനെയാണ് നമ്മുടെ വെയിറ്റിനെ ഇതിനെ ബാധിക്കുന്നത്. ചിലവർക്ക് അത് തമാശയാണ്, ചിലവർക്ക് അത് ബോഡി ഷെയ്മിങ് ആണ്. നമ്മൾ ഒരിക്കലും ഒരാളുടെ ബോഡിയെയോ ഒരാളെ കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ചില കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയേണ്ടി വരും. കാരണം ഞാനത് നേരിട്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ഒരാളെ മോശമാക്കുന്ന രീതിയിൽ ഇതുവരെ സംസാരിക്കണമെന്ന് സംസാരിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ബോഡി ഷെയിം ചെയ്യുന്നു എന്നുള്ള രീതിക്ക് അവർ സംസാരിച്ചില്ല. ഞാൻ ഇതുവരെ കളിയാക്കാറില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ഈ വേ ഓഫ് ടോക്കിംഗ് തന്നെ അവരോടും പറയാറുള്ളൂ. അപ്പൊ അത് അവയർനെസ് ശരിക്കും വേണം. എന്തുകൊണ്ടാണ് പറയുന്നത്, ശരീരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോ വെയിറ്റും ഈ പറയുന്ന ബാക്ക് പെയിനും നീ പെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവൻ കൂടുന്നതിനനുസരിച്ച് ഇവനും കൂടും. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു 5 കിലോ കൂടിക്കഴിഞ്ഞാൽ അതിന് 3 മടങ്ങ് ലോഡ് ബോഡിക്ക് കൂടും. മുട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 മടങ്ങ് ലോഡാണ് കൂടുന്നത്. അതേപോലെ തന്നെ കുറയുകയും ചെയ്യും. അപ്പൊ ഈ വെയിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഫാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വയറിന്റെ ഫാറ്റ് കൂടുന്നു. ഗർഭിണികളിൽ ബാക്ക് പെയിൻ വരാറുണ്ട്. അവർ പലരും നമ്മളടുത്ത് പറയാൻ, നിങ്ങളവിടെ പറയാറുണ്ടെന്ന് അനസ്തേഷ്യയുടെ ഇഞ്ചക്ഷൻ കുത്തിയപ്പോ വേദന, അതുകൊണ്ടാണ് എനിക്ക് വേദന. ശരിക്കും അല്ല, അതുകൊണ്ട് പെയിൻ ഒന്നും വരാറില്ല. അത് പലരും പറയുന്ന ഒരു ടൈം നമ്മളെ പേഷ്യൻസ് അങ്ങനെ പറയാം, അല്ലെങ്കിൽ അമ്മായിമ്മമാരായിരിക്കും കൊണ്ടുവരാം, അമ്മയായിരിക്കും കൊണ്ടുവരാം, അവരങ്ങനെ പറയാം. ശരിക്കും അവിടെ നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അബ്ഡോമിനൽ മസിൽ സ്ട്രെച്ച് ആവാം. ഒരു ഒബീസ് തടിയാവുന്ന ആളിലും ഇത് സ്ട്രെച്ച് ആവാം. അപ്പൊ നമ്മളൊരു മുന്നിലേക്ക് ഒരു വെയിറ്റ് പോകുമ്പോൾ നമ്മൾ മുന്നിലേക്ക് വീഴാതെ നോക്കണ്ടേ. ഇപ്പൊ സ്ട്രെച്ച് ആവുമ്പോൾ നമ്മൾ ഈ പെൽവിക് മസിൽസ് ടിൽറ്റ് ആവും, അല്ലെങ്കിൽ പെൽവിക് ഏരിയ ടിൽറ്റ് ആവും. അതേപോലെ ഈ ലോഡോസിസ്, ബാക്കിനൊരു വളവുണ്ട്, ആ വളവ് കൂടും. അതേപോലെ ഇവൻ ഈ മുന്നോട്ട് പോവാതെ പിടിച്ചു വെക്കുന്നത് ഏതാ, ബാക്കിലത്തെ മസിലുകളാണ്. ഇപ്പൊ ഇവൻ ഓൾറെഡി വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈലൊക്കെ സാധാരണ സ്ത്രീകൾ പൊതുവെ അങ്ങനെയാണല്ലോ, കുറച്ച് സുകുമാര പ്രകൃതി എന്ന് ഞങ്ങൾ പറയാം. അപ്പൊ അവർ ഓൾറെഡി വീക്ക് ആയിട്ടുള്ള ആള് ഇവർ ഈ 9 മാസം ഈ മസിൽ പണിയെടുക്കുക, ഇവര് മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഓവർലോഡ് വരുമ്പോ ഇവർക്ക് ഈ പറഞ്ഞ പോലെ മസിലിന്റെ വീക്ക്നെസ്, പിന്നെ കാലമേനി അത് ഈ പറഞ്ഞ പോലെ ഇഞ്ചുറി ആയിട്ട് മാറാണ്, അല്ലെങ്കിൽ ബാക്ക് പെയിൻ ആയിട്ട് മാറാണ്. ഇത് തന്നെയാണ് ഒരു തടിയുള്ള ഒബീസ് ആയിട്ടുള്ള ആളിൽ നടക്കുന്നത്. ഈ ഫാറ്റ് വരുമ്പോൾ ബാക്ക് മസിൽസ് വീക്ക് ആയിട്ടാണ് ഇവർക്ക് വരുന്നത്. ഈ പ്രഷർ എത്രത്തോളം കൂടുന്നു അതാണ് പിന്നെ ഡിസ്ക് പെയിൻ ആയിട്ടും, ഡിസ്കിലേക്കുള്ള പ്രഷർ, പിന്നെ ഡിസ്ക് തള്ളി അവിടെ തട്ടി ഞരമ്പിലേക്ക് വേദന, പല പല ടെർമിനോളജീസ് ഞാൻ സാധാരണക്കാരന്റെ ഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ ചിലവർക്ക് ഈ പറഞ്ഞ ബാക്ക് പെയിൻ ഉണ്ടാവില്ല വയറുണ്ടെങ്കിലും, കാരണം ഒരുപക്ഷെ അവർ ആക്ടിവിറ്റിയിൽ എൻഡൽ ചെയ്ത് മസിലിന് അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ടാവും, ഇവനെ പിടിച്ചു നിർത്താനുള്ള ശേഷി അവർക്ക് ഉണ്ടാവും. പക്ഷെ ഒരു 90% ആൾക്കാർക്ക് ഉണ്ടാവാറില്ല. അപ്പൊ ഈ ലൈഫ് സ്റ്റൈലും പെയിനും തമ്മിൽ വളരെയധികം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. 1% വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ 10% മുട്ടുവേദനയും ബാക്ക് പെയിനും കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഈ BMI ആയിട്ട് ഇപ്പൊ ഞാനൊക്കെ ട്രീറ്റ്മെന്റ് മെയിൻ ഇനീഷ്യൽ പ്രോട്ടോകോൾ BMI കൂടിയിട്ടുള്ള ആളാണെങ്കിൽ BMIയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് അവർക്ക് ഏത് മാർഗം ഉപയോഗിക്കാം, പക്ഷെ അത് സയന്റിഫിക് ആവണമെന്നേ ഉള്ളൂ. ചിലവർ ഈ ബ്ലൈൻഡ് ആയിട്ട് ഓൺലൈനിൽ കാണുന്നത്, അതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. നോർമൽ ഡയറ്റ് എടുത്ത് നോർമലി എക്സസൈസും കാര്യങ്ങളും കാർഡിയോ ഒക്കെ ചെയ്തിട്ടായാലും അവർക്ക് കുറയ്ക്കാം. ഡോക്ടർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോ ഇൻഫർമേഷൻസ് ഒരുപാട് കിട്ടാനുള്ള കാലഘട്ടം. അപ്പൊ ആളുകൾ സ്വയം ചികിത്സകരായി മാറുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു വിദഗ്ധന്റെ സഹായം ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്കുണ്ടായിരുന്ന പരിക്കിനെ കൂടുതൽ വഷളാക്കും എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർക്ക് അത്യാവശ്യം ഒരു പരിചയ സമ്പത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ട്. ഒരു ഡോക്ടർ എന്ന് വെച്ചാൽ ഒരുപാട് മനുഷ്യരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഹ്യൂമൻ വേർഷനും അതിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഹൃദയസ്പർശിയായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഡോക്ടർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അല്ലെങ്കിൽ മക്കളുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വേവലാതികൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇനി ഡോക്ടറെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഡോക്ടർ പേഷ്യൻസിനോടൊക്കെ എങ്ങനെയാണ്? നമ്മുടെ ആയുർവേദത്തിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അത് ആയുർവേദം ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ഇപ്പം ഈ പറഞ്ഞ പോലെ അച്ഛന്മാരോ അല്ലെങ്കിൽ അവരെ കാരണവന്മാരോ നല്ല വൈദ്യന്മാരോ ഒക്കെ ആയിട്ട് അവരുടെ മരണശേഷം ഇത് ഏറ്റെടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപക്ഷെ അവർക്ക് അതിൽ വിദ്യാഭ്യാസം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ ഇല്ലാതിരിക്കുന്ന കൂട്ടുകാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവർ ഈ പറഞ്ഞ പോലെ ഈ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ വേണ്ടി
ഈ പറയുന്ന കുറച്ച് തൈലങ്ങളും കുറച്ച് പൊടിവിദ്യകളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഹൃദയസ്പർശിയായിട്ട് ചോദിച്ചുകൊണ്ട് എടുത്ത് പറഞ്ഞാണ്, നമ്മൾ ക്ലിനിക്കിലേക്ക് ഒരു പേഷ്യന്റ് വന്നു. അപ്പോൾ ഈ പേഷ്യന്റ് അത്യാവശ്യം നല്ലൊരു അത്ലറ്റാണ് ഈ വിദ്യാർത്ഥി. അവൻ വന്ന് അപ്പോൾ അവൻ പാരന്റ് പറഞ്ഞ പോലെ, ഈ പാരന്റ് അത്രയും വിശ്വസ്തനായ ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ഗുരുക്കൾ ഓർസോർ വൈദ്യൻ എന്ന് പറയുന്നത്. ആള് ഈ പറഞ്ഞ പോലെ അവിടെ കാണിച്ച് ഒരാഴ്ചയായിട്ടും വേദന കുറയണില്ല എന്നിട്ട് വന്നത്. ഞാൻ നോക്കിയപ്പോൾ വളരെയധികം സ്വെല്ലിംഗ് ഉണ്ട്. ഞാൻ അവരോട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് ഫ്രാക്ചർ ഉണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും, ഞാൻ ചീത്ത പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എന്തിനാ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, നമുക്ക് ഇനി എന്താ മാറാത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവര് ബാൻഡേജ് ചെയ്തിരിക്കുക, ഇത്രയും ബാൻഡേജ് ചെയ്തിരിക്കുക. ഇത് ഊരാൻ പോലും ആ കുട്ടി സമ്മതിക്കില്ല. അത്രയും ടൈറ്റ് ആയിട്ട് ഈ സർക്കുലേഷൻ ബ്ലോക്ക് ആവുന്ന രീതിക്കാണ് ഇതൊക്കെ ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു സയന്റിഫിക് വശം ഉണ്ട്. ഓരോ ബാൻഡേജ് ചെയ്യണതിനും ഒരു സയന്റിഫിക് വശം ഉണ്ട്. നമ്മളിത് ടൈറ്റ് ആവുന്നതിനും ഓരോ ടൈറ്റ്നെസിനും ഓരോ ബാൻഡേജിനും, ഇപ്പൊ എൽബോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് ബാൻഡേജ് ചെയ്യണം. അപ്പൊ ഇത് ഊരി ഇതായി നോക്കിയപ്പോൾ നമ്മൾ എക്സ്റേ എടുക്കാൻ തന്നെ ഇവരെ കമ്പിലേക്ക് എനിക്ക് കുറെ നേരം വേണ്ടി വന്നു. കാരണം എക്സ്റേ വേണ്ടാന്ന് മറ്റാൾ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് അത് വിശ്വാസം ആവണമെന്നില്ല. ഞാൻ പറഞ്ഞു എക്സ്റേ വേണം, ഇതിന്റെ ഉള്ളിൽ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയാൻ എക്സ്റേ വേണം, എനിക്ക് പുറമേക്ക് ഫ്രാക്ചർ ഉണ്ടെന്നേ തോന്നുന്നുള്ളൂ, എന്താ എവിടെയെന്ന് അറിയാൻ എനിക്ക് എക്സ്റേ വേണം. അങ്ങനെ നിർബന്ധിച്ച് എക്സ്റേ എടുത്ത് വന്നപ്പോൾ ഫ്രാക്ചർ നല്ല അടിപൊളി ഫ്രാക്ചറാണ് ഈ കുട്ടിക്ക്. എന്നിട്ട് ഞാൻ ഈ ഫ്രാക്ചറിന്റെയും വരും വരായികകളും ഒരു പക്ഷേ സർജറി ചെയ്താൽ പോലും ഇതിന് മാൽയൂണിയൻ വരാനുള്ള സാധ്യതയുണ്ടെന്നും നിങ്ങൾ ആദ്യത്തെ ദിവസം വരുന്നതും 7ാം ദിവസം നമ്മൾ വ്യത്യാസം ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഫാദർ കരയാണ്, സത്യം പറഞ്ഞാൽ കരയാണ്. അപ്പോൾ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു, കാലങ്ങൾ മൊത്തം അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളെ മാത്രം തെറ്റല്ല, നമുക്കെല്ലാവർക്കും ഇതിനെ കുറിച്ച് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ കുറവാണ്. ഈ കുട്ടിക്ക് ഇനി ഇതേപോലെ കളിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടി വോളിബോളാ കളിക്കും, സർവേയിലും ഇതൊക്കെയാണ് വരുന്നത്, അതിൽ വീണതാണ്. അതിന് പറ്റുമോന്ന് പോലും ഇപ്പൊ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ എപ്പിഫൈസിലായിട്ടുള്ള ഭാഗത്ത് ഗ്രോത്ത്, എല്ല് വളർന്ന ഭാഗത്തുള്ള ഇഞ്ചുറിയാണ്. അപ്പോ ആ കുട്ടിയുടെ ഭാവിയെ പോലും കളങ്കപ്പെടുത്തുന്ന രീതിക്ക് ആ ഒരു അതാരായിക്കോട്ടെ, ആ ഒരു ഡോക്ടർ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരാളെ കൊണ്ട് അതായി. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സ്പോർട്സ് ഇഞ്ചുറി എന്നൊരു സാധനം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് ആയിട്ടുള്ള കൈകളിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഒരുപാട് പ്രതീക്ഷകളോട് കൂടി വരുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളോട്. ഇനി അതും വേണ്ട, ഞാനൊരു സ്പോർട് പേഴ്സൺ ആവാൻ ആഗ്രഹിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ എനിക്ക് മക്കളിലൂടെ കാണണമെന്ന് ആഗ്രഹപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ഒരു തടങ്കലാവരുത്. ഒരുപാട് പേര് സ്വപ്നങ്ങളും പ്രതീക്ഷകളും എനിക്കോ പറ്റിയില്ല ഡോക്ടറെ, അവനെങ്കിലും കളിക്കട്ടെ അങ്ങനെ പറയുന്നവരുണ്ട്. പിന്നെ കുട്ടികള് മാനസികമായിട്ട് ഡിപ്രഷൻ വരുന്ന സ്റ്റേറ്റ് ഉണ്ട്, കളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ. അത് നമ്മൾ പലരും മനസ്സിലാക്കില്ല. അവരുടെ വിദ്യാഭ്യാസത്തെയും പഠിപ്പിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലും പോവാറുണ്ട്. കാരണം അവരുടെ ലീഷർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതാണ് അവർക്ക്. അപ്പൊ അവർക്ക് സ്പോർട്സിനോടൊപ്പം വിദ്യാഭ്യാസം പോകുമ്പോൾ അവർ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇത് ഡൗൺ ആകുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് അതും ബാധിക്കും. അപ്പൊ എനിക്കും എല്ലാവരോടും കൂടെ പറയാം, പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയും ബാധിക്കുന്ന വിഷയം തന്നെ. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചികിത്സയോ റിസ്കോ എടുക്കരുത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോകുക. നിങ്ങൾക്ക് തോന്നാണ് ഒരാളുടെ അടുത്ത് പോയിട്ടും ഇതിലൊരു മാറ്റം വരുന്നില്ല, മീൻസ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മളെല്ലാവരും ഈ പറയുന്ന ChatGPTയിലും ഗൂഗിളും കുളിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പോ എന്തായാലും ഞങ്ങളെക്കാളും ഇവർ അവർക്കുണ്ട്. എന്നാൽ പോലും പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നാണ് ഇത് ട്രീറ്റ്മെന്റ് കറക്റ്റ് പോണില്ല എന്നെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്തായാലും എടുക്കുക. അതിന് പോലും നിങ്ങൾ ഭാവിയെ സംബന്ധിച്ചതാണ്. മക്കളായിക്കോട്ടെ നമുക്കായാൽ പോലും ഒരു ചെറിയ അശ്രദ്ധയാണ് ഭാവിയിൽ വലിയ ബാക്ക് പെയിൻ ആയിട്ട് വരുന്നത്. ഈ മസിൽ പെയിൻ ആണ് ഭാവിയിൽ ബാക്ക് പെയിൻ ആയിട്ട് വരുന്നത്. അപ്പോ ഇത് ഇങ്ങനത്തെ കുറെ മൊമെന്റ്സ് നമുക്ക് ക്ലിനിക്കിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ നീ പെയിൻ, നമ്മുടെ മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നീ പെയിൻ എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോ ശ്രദ്ധിച്ചോ, പണ്ട് ഒരു 45-50 വയസ്സാണ്, ഇപ്പൊ 30 വയസ്സാണ്. പല വീഡിയോകൾ നമുക്ക് കാണാം 30 വയസ്സ് കഴിഞ്ഞവരാണ് നീ പെയിൻ പറയുന്നത്. 30 വയസ്സിന്റെ കഴിഞ്ഞവന്റെ കയ്യിൽ കൊട്ടൻ ചുക്കാതി എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഈ 30 വയസ്സിൽ വരുന്നത്? അതൊരു ഫാക്ടറാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഏർലി എന്ന് പറഞ്ഞൊരു ചോദിക്കുന്നത്? അതാണ് തമാശയാണെങ്കിലും പക്ഷെ അത് സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട്? അത് ഈ പറയുന്ന പോലെ പോസ്റ്റർ, വെയിറ്റ്, മസിൽ സ്ട്രെങ്ത്, ഈ മൂന്നാമത്തെ മസിൽ സ്ട്രെങ്ത്, ഇത് മൂന്നും ഇവിടെ ബാധിക്കുന്ന ഒരു കാര്യം. പിന്നെ മുമ്പ് വന്നിട്ടുള്ള ഇഞ്ചുറീസിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ട്, നമ്മൾ തമാശയാണ് ഇതൊക്കെ, ഗ്രേഡ് 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ, ആ ഇഞ്ചുറീസ് കറക്റ്റ് ഹീൽ ആയിട്ടില്ല അല്ലെങ്കിൽ അതിന് വേണ്ട കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ എത്രയും നേരത്തെ തേയ്മാനം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സപ്ലിമെന്റ്സോ ഡെഫിഷ്യൻസിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെയധികം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോ ഈ മസിൽ സ്ട്രെങ്തനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മസിൽ സ്ട്രെങ്തനിങ്ങും ഈ പറയുന്നത് കണ്ടീഷൻ നോക്കിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
പിന്നീട് നമ്മൾ ജനറലി പറയുമ്പോൾ ക്വാഡ്രിസെപ്സ് ആയിക്കോട്ടെ, നമ്മൾ ഈ തൈ മസിൽസ് ആയിക്കോട്ടെ, കാഫ് ആയിക്കോട്ടെ, ഗ്ലൂട്ട് ആയിക്കോട്ടെ, ഹാംസ്ട്രിങ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നമുക്ക് ഓരോ ബോഡിക്കും ഓരോ പ്രൊപ്പോർഷൻ ഉണ്ട്. അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ഒരു 50 വയസ്സായാലും ഒരു കുഴപ്പമില്ലാണ്ടൊക്കെ നമ്മൾ പോകും. ചിലപ്പോൾ 65-ാം വയസ്സിൽ ആദ്യമായിട്ട് മുട്ടുവേദന വരുന്ന ആൾക്കാരെ നമുക്കറിയാം. അതൊന്നും അത്ഭുതമൊന്നല്ല, അവർ അത്രയും കാലം അവരുടെ ലൈഫ് ആക്ടിവിറ്റി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സിഡൻഡറി ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർ, പിന്നെ കൂലിപ്പണിക്കാർ പോലെ അവരെന്നും ഈ വെയിറ്റ് ഇതാക്കി സ്റ്റെപ്പ് കയറി ഇറങ്ങിയും അവർക്കും നേരത്തെ കൂടി വേദന വരാൻ ചാൻസ്, അവരുടെ ശരീരം സെറ്റ് ആയി എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ സ്ട്രെങ്തനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മസിലിന് നമ്മുടെ ജോയിന്റിനെ കൊണ്ടുപോകാനുള്ള ഒരു ആവത് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതനുസരിച്ചിരിക്കും പെയിനും വരും. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറയുകയാണെങ്കിൽ, സ്ത്രീകളിൽ ഈ മെനോപോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ പെയിൻ വരാനുള്ള, അല്ലെങ്കിൽ നീ പെയിൻ എന്ന് പറയുന്നത് ജോയിന്റ് പെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനൊരു എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവർക്ക് ഈസ്ട്രോജൻ അളവ് കുറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഈസ്ട്രോജൻ ആണ് ശരിക്കും ലേഡീസിന്റെ ബോൺ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ അബ്സോർപ്ഷനും കാര്യങ്ങളും കുറയുമ്പോൾ, കാർട്ടിലേജിന്റെ സ്ട്രെങ്ത് കുറയുമ്പോഴും പിന്നെ ഇൻഫ്ലമേഷനെയും കൺട്രോൾ ചെയ്യണ ഈ ഈസ്ട്രോജൻ ഇല്ലാണ്ടാവുമ്പോൾ ഇവർക്ക് ഇതിനോടൊപ്പം തന്നെ ബോഡി ആക്ടിവിറ്റിയും കൂടെ കുറവുള്ള ഒരാളാണെങ്കിൽ ജോയിന്റ് പെയിൻ നേരത്തെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ഈ സിഡൻഡറി ലൈഫ് സ്റ്റൈൽ അല്ല, അത്യാവശ്യം ആക്റ്റീവായ ആൾക്കാരെ അങ്ങനെ വരണം നിർബന്ധമില്ല. വെയിറ്റ് ഒക്കെ മാനേജ് ചെയ്ത് അത്യാവശ്യം ലേഡീസും ജിമ്മും ആക്ടിവിറ്റി ആയിട്ട് പോകുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് വരണം എന്നൊരു നിർബന്ധമില്ല. അപ്പൊ ഇതാണ് പണ്ടെന്ന് പറഞ്ഞാൽ, ഇത് കഴിഞ്ഞ പെയിൻ ആണ്, മുട്ടുവേദനയാണ്, ബാക്ക് പെയിൻ ആണ്, മെനോപോസ് ആയതുകൊണ്ട് അവരും അത് ലഘൂകരിക്കുകയാണ്. അവർക്ക് ഈ മെനോപോസിനോടൊപ്പം കറക്റ്റ് കാൽഷ്യം സപ്ലിമെന്റ് ആവശ്യമാണ്. ഈ സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കറക്റ്റ് പോയാണെങ്കിൽ വേണം. മുട്ടയും പാലൊക്കെ ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ബുദ്ധിമുട്ട് തീരെ വരില്ല. പക്ഷെ പല അമ്മമാരും ഈ മെനോപോസ് കഴിഞ്ഞാൽ വണ്ണം കൂടുന്നു, ഇത് ശ്രദ്ധിക്കാതെ വരുന്നു, വെയിറ്റ് കൂടുന്നു എന്നുള്ള അവസ്ഥയിൽ വരുമ്പോൾ അവർക്കും ഈ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇപ്പോ ഡോക്ടറുമായിട്ട് സംസാരിച്ചതില് സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ ആയുർവേദത്തിന് വളരെ കൃത്യമായിട്ടുള്ള സ്ഥാനം ഉണ്ടെന്നുള്ളതാണ്. ആയുർവേദം കൃത്യമായിട്ട് ഈ ഇഞ്ചുറികളെ ഉണക്കുന്ന ഒരു, നമ്മളിപ്പോൾ വൈദ്യമന്ദിര ഹോസ്പിറ്റലിൽ ഡോക്ടർ വർക്ക് ചെയ്യുന്നത് വൈദ്യമന്ദിര ഹോസ്പിറ്റലാണ് മുല്ലശ്ശേരിയിൽ. അവരുടെ ഒരു ക്യാപ്ഷൻ ഉള്ളത് വൈദ്യമന്ദിരം ആരോഗ്യത്തിൻ്റെ വൈദ്യമന്ത്രം എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ അർത്ഥമാക്കുന്ന പോലെയാണ് ഡോക്ടർ സംസാരിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്, ഞാൻ ഈ വൈദ്യമന്ദിരത്തിലേക്ക് കിടക്കുകയാണ്, ഡോക്ടറുടെ വാക്കുകൾ സാഗൂതം ശ്രവിക്കുന്ന ആളുകൾക്ക് ഡോക്ടറെ കാണണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനാണ് മുല്ലശ്ശേരിയിലെ വൈദ്യമന്ദിരം എന്ന് പറയുന്ന ഹോസ്പിറ്റൽ. എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളും അവിടുത്തെ ഡോക്ടറുടെ ചികിത്സ? നമ്മളിപ്പോൾ ആയുർവേദം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു മെഡിസിൻ കൊണ്ട് മാത്രം ഒരിക്കലും നമുക്കൊരു സ്പോർട്സ് ഇഞ്ചറിയെ ചികിത്സിക്കാൻ പറ്റില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അങ്ങനെയുള്ള ഒരു വാഗ്ദാനം ആരെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് തെറ്റാണ്. ഒരു മെഡിസിന് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ടോ മാത്രം നമുക്ക് ഒരിക്കലും ഈ ഇഞ്ചറിയെ കംപ്ലീറ്റ് ആയിട്ട് ഹീൽ അയക്കാൻ പറ്റില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പല സ്റ്റേജുകളുണ്ട് ഇതിന്. അപ്പൊ ആയുർവേദത്തിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത് ഇന്റഗ്രേറ്റഡ് ട്രീറ്റ്മെന്റ് ആണ് ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. ഇപ്പോൾ വൈദ്യമന്ദിരത്തിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നമുക്ക് ഈ പറയുന്ന ഇനീഷ്യൽ സ്റ്റേജ് ഒരു ഇഞ്ചുറി വന്നു, ആ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താ? ഇമ്മൊബിലൈസേഷൻ, അല്ലെങ്കിൽ ആ ഇഞ്ചുറി പെട്ട സാധനം അനക്കാതെ വെക്കുക. അതിന് വേണമെങ്കിൽ പ്ലാസ്റ്റർ ഇടാൻ നമുക്ക്, ഇല്ലെങ്കിൽ ഓർത്തോട്ടിക്സ്, നമ്മൾ ഈ ബാൻഡേജ് പോലെ എന്തെങ്കിലും കെട്ടാം, പല രീതിക്ക്. അത് ഡോക്ടറുടെ യുക്തി അനുസരിച്ച് അവർ യൂസ് ചെയ്യും. അപ്പൊ ഈ ഇമ്മൊബിലൈസേഷന്റെ പീരീഡിൽ നമുക്ക് നല്ലപോലെ സ്വെല്ലിങ്, ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കണ്ടീഷനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി ആയുർവേദത്തിലെ ഇന്റേണൽ മെഡിസിൻസും ഈ പറയുന്നത് പോലെ ടിഷ്യൂ ഹീലിംഗ്, വേഗം തന്നെ ഇത് ഉണങ്ങാൻ വേണ്ടി, ഇഞ്ചുറീസ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ടിഷ്യൂ ഹീലിങ്ങിന് സ്പീഡ് കൂട്ടാനായിട്ട് നമ്മുടെ മെഡിസിൻസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതേപോലെ എക്സ്റ്റേണൽ തെറാപ്പീസ്, നീര് കുറയാനൊക്കെ ആയിട്ടായാലും ചൂർണങ്ങളും കാര്യങ്ങളൊക്കെ പുറമേക്ക് പുരട്ടാൻ, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഇൻഫ്ലമേറ്ററി ഫേസ് അല്ലെങ്കിൽ ഇമ്മൊബിലൈസേഷൻ ഫേസ് കഴിഞ്ഞ പിന്നെ വരാൻ പോണ റിക്കവറി ഫേസ് ആണ്. അതിൽ ശരിക്കും നമ്മളെക്കാളും റോള് വരുന്നത് ഈ സ്ട്രെങ്തനിങ് എക്സസൈസുകൾക്കും റീഹാബിനുമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടേതായിട്ട് ഞവരക്കിഴി, ഇതൊക്കെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മണം എന്നാണ്, സ്ട്രെങ്ത് കൂട്ടുന്ന കുറച്ച് ട്രീറ്റ്മെന്റ്. അത് ഇന്റേണൽ ആയിട്ടും കൊടുക്കാം, എക്സ്റ്റേണൽ ആയിട്ടും കൊടുക്കാം. അതും ഇതും കൂടി പാരലൽ ആയിട്ട് പോകുമ്പോൾ ഓഫ് കോഴ്സ് നല്ല റിസൾട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് കാണുന്നത് കൊണ്ടാണ് നമ്മൾ പേഷ്യൻസിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇനി ഞാനായിക്കോട്ടെ, ഞാനൊരു സ്പോർട്ട് പേഴ്സൺ ആണ്, എനിക്ക് വളരെയധികം സ്പോർട്സിനോട് താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ എനിക്കൊരു ഇതേപോലെ ഒരു ലിഗമെന്റ് ഇഞ്ചുറി വന്നപ്പോൾ എനിക്കത് ഹീലായത് കൊണ്ടാണ് എനിക്കിത് 4 ആളിലേക്ക് എത്തിക്കണം എന്ന് തോന്നാനുള്ള കാര്യം. അല്ലെങ്കിൽ ആയുർവേദത്തിൽ തന്നെ 100ഓളം ബ്രാഞ്ചസ് ഇനിയും ഉണ്ട്, നമുക്ക് തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് അതിലൊരു കോൺഫിഡൻസ് വന്നത് കൊണ്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ മുകളിലുള്ള ആൾ ചെയ്ത് എനിക്കത് റിസൾട്ട് ഉണ്ടായത് കൊണ്ടാണ് ഞാനത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഒരു എത്തിക്കൽ വേസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അത് നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അപ്പൊ ആൾക്കാർക്ക് അതിന് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റില്ല എന്ന് പറയാൻ നമുക്കൊരു മോശവും ഇല്ല. എല്ലാം ആയിട്ട് നമ്മൾ ആരും ദൈവത്തിന് തുല്യനല്ല, അങ്ങനെ നമ്മൾ ദൈവമായി. പക്ഷെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനും ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഓരോ ഇഞ്ചുറിക്കും ഓരോ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്. 3 ആഴ്ച പ്ലാസ്റ്റർ ഇടണം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ഇടണം. 4 ആഴ്ച കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത്
അവര് കേൾക്കാനുള്ള ഒരു ക്ഷമയാണ്. അത് ആയുർവേദം ആയതുകൊണ്ടോ അലോപ്പതി ആയതുകൊണ്ടോ ഹോമിയോപ്പതി ആയതുകൊണ്ടോ അല്ല, നമ്മൾ ഓരോ ബോഡി സ്ട്രക്ചറിനും ഓരോ സ്റ്റൈലിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് അവിടെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിക്ക് ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണോ വേണ്ടത്, ഇപ്പോൾ ഒരു ഫ്രാക്ചർ ആയിട്ടാണ് വരുന്നത്, പ്ലാസ്റ്റർ ആണോ ഇടേണ്ടത്, പ്ലാസ്റ്റർ ഇടാം. അല്ല അതല്ല വലിയ ഇഞ്ചുറി ഒന്നുമില്ല, ഒരു ഓർത്തോട്ടിക്സ് ഒരു ബാൻഡേജ് കെട്ടിയാൽ മതി, അപ്പൊ അങ്ങനെ കെട്ടാം, എങ്ങനെ ഇമ്മൊബിലൈസ് ചെയ്യണം. അപ്പൊ അവർക്ക് ഓരോ വ്യക്തിക്കും ഓരോ ട്രീറ്റ്മെന്റ് വേണ്ടത് വ്യത്യസ്തമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയിൻ സിമിലർ ആണെങ്കിലും ഇഞ്ചുറിയുടെ കാരണം വ്യത്യാസമായിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് അവിടെ എല്ലാവിധ ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ്. നമുക്ക് ഞാൻ മാത്രമല്ല, ഒരു വലിയൊരു ടീം അതിന്റെ ബാക്കിലുണ്ട്. എനിക്ക് വേണ്ട എല്ലാവിധ ബാക്കപ്പും അവർ 100% ചെയ്യാൻ തയ്യാറാണ്. ഓരോ ദിവസം നമ്മളോട് ചോദിക്കാൻ എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടെയും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു ടീമിന് വേണ്ടത് പേഷ്യന്റിന്റെ റിലീഫാണ്. അപ്പാർട്ട് ഫ്രം ദ പ്രോഫിറ്റ് നമുക്ക് വേണ്ടത് പേഷ്യന്റിന്റെ റിലീഫാണ്. അതിന് ഞങ്ങൾ ഡോക്ടർക്ക് എന്തൊക്കെ സഹായമാണ് ചെയ്തു തരേണ്ടത് അവരുടെ ഭാഗത്തുനിന്ന് 100% ഉണ്ട്. ഇനിയും ഉണ്ട്, ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ലൈസ ഡോക്ടർ എന്നെ വിളിച്ച് സംസാരിച്ചുള്ളൂ, എന്തൊക്കെയാണ് നമുക്ക് ഇനി എക്സ്ട്രാ വേണ്ടത്, ഒരു പേഷ്യന്റ് വരാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയാണ്. കാരണം ആദ്യമായിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ്റില്ല. അപ്പോൾ ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാം. നമ്മൾ ഒരാളുടെ ലൈഫും റിസ്ക് വെച്ച് കളിക്കില്ല. പറ്റാത്തതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറ്റില്ല എന്നുള്ളതും, നല്ലൊരു സ്ഥലത്തേക്ക് നമുക്ക് അവരെ മാറ്റിയിടാനും എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ 100% നമ്മൾ എഫേർട്ട് കൊടുത്തത് മാറ്റാനുമുള്ള ആ ഒരു മനസ്ഥിതി നമുക്കും നമ്മുടെ ടീമിനും ഉണ്ടെന്നുള്ളത് അവരിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോ മുറിവറിഞ്ഞ് വൈദ്യം ചെയ്യുന്ന സേവനസന്നദ്ധരായ ഒരു കൂട്ടം ഡോക്ടർമാരുടെ ഒരു ടീമാണ് വൈദ്യമന്ദിരത്തിന് പിന്നിലുള്ളത്. തീർച്ചയായിട്ടും വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള, ഈ കാലത്ത് കായിക താരങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടറിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങളുടെ ഈ ഒരു എളിയ പോഡ്കാസ്റ്റിന് വേണ്ടി തന്നതിൽ പ്രത്യേകം ഞങ്ങൾ നന്ദി പറയാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.